ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ നിങ്ങളുടെ വ്യക്തിയുടെ പെരുമാറ്റം കാരണം, അതായത് ഒരുപക്ഷെ നിങ്ങളോട് എന്തെങ്കിലും വഴക്കുണ്ടാക്കി കാണാം, ആവശ്യമില്ലാതെ സംസാരിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണാം, അല്ലെങ്കിൽ അവരുടെ മൗനം, അവർ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് കാരണം നിങ്ങളുടെ ബന്ധത്തിലൊരു വിള്ളൽ വന്നിട്ടുണ്ടെങ്കിൽ, ഒരുപാട് സമയം അവർ മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾക്കും തോന്നാം ഇനിയിപ്പോൾ എന്താ വേണ്ട നമുക്ക് മിണ്ടാരി, അങ്ങനെ ഒരു എന്തെങ്കിലും രീതിയിൽ ഒരു വിള്ളൽ വീണിട്ടുണ്ടെങ്കിൽ ഇപ്പം അവർ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ടോ, അവർക്ക് കുറ്റബോധമുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇനി എന്താ ചെയ്യേണ്ടത്, അങ്ങനെ എന്തെങ്കിലും അവർക്ക് ചിന്തയുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് 4 കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കാർഡ് നമ്പർ 1, 2, 3, 4. ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യുക, എന്നിട്ട് പറയാം അതിനെക്കുറിച്ച് കേട്ടോ. ഓക്കെ, അപ്പോൾ കാർഡ് നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് നോക്കുകയാണെങ്കിൽ 9 ഓഫ് സോഡ്സ് ആണ്. അവർക്ക് വളരെയധികം വിഷമമുണ്ട്. അവർക്ക് ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ പോകുന്നതിൽ ഒരു ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രി. എന്തൊക്കെയോ വളരെയധികം വേദനയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാർഡ് നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് എംബററാണ് വന്നിരിക്കുന്നത്. അവരൊന്നും മുന്നോട്ട് വന്ന് അവർ സോറി പറയുമെന്നോ ഒന്നും വിചാരിക്കേണ്ട. അവരുടെ ഈഗോയിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തെങ്കിലും നിങ്ങൾ അങ്ങോട്ട് പോയാൽ ഒരു പക്ഷേ അവരെന്തെങ്കിലും സംസാരിക്കുമായിരിക്കും, അല്ലാതെ അവരായിട്ട് ഇങ്ങോട്ട് വരുമെന്ന് ഒരു ഉറപ്പുമില്ല. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് അവരുടേത്. അവരങ്ങനെ താഴ്ന്നു തരുന്ന സ്വഭാവക്കാരല്ല. അപ്പം അങ്ങനെ അവർ ഒരു ഇതായിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. കാർഡ് നമ്പർ 3 എടുത്തവർക്ക് അവരിപ്പം കുറച്ച് വർക്കിൽ കോൺസെൻട്രേറ്റ് ആണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട്. അവർ ജോലി ചെയ്യുന്ന തിരക്കിലാണ്. അവരിപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലുമില്ല. അവർ ലൈഫ് പോകുന്ന വഴിക്ക് പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ അവരുടെ കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാർഡ് നമ്പർ 4 എടുത്തവർക്ക് നമുക്ക് നൈറ്റ് ഓഫ് കപ്സാണ് വന്നത്. അവർ ശരിക്കും വിഷമിക്കുന്നുമുണ്ട്. അവരായിട്ട് ഇത് ചെയ്തതിൽ ഓർത്തവർക്കൊരു കുറ്റബോധമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോടൊരു ചെറിയൊരു സോറിയൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അവർക്ക് ശരിക്കും വിഷമമുണ്ട്. അതുപോലെ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് ഇതൊന്ന് കോംപ്രമൈസ് ആക്കണമെന്ന് ആഗ്രഹത്തോടു കൂടി തന്നെ വരുന്നുണ്ട്. അപ്പോൾ കാർഡ് നമ്പർ 1ഉം 4ഉം ചൂസ് ചെയ്തവർക്ക് അവരുടെ ഉള്ളിൽ വളരെ വിഷമമുണ്ട്. ഇതൊന്നും തിരിച്ചവരൊന്നും നിങ്ങളുടെ അടുത്ത് വരുന്നതായിട്ട് കാണുന്നില്ല. പക്ഷെ അവർക്ക് നല്ല സങ്കടവും വിഷമവും ഒരു വല്ലാതൊരു മനസ്സിനകത്ത് നല്ലൊരു ഭാരമൊക്കെ ഉണ്ട് ഈ കാർഡ് നമ്പർ 1 ചൂസ് ചെയ്തവർക്ക്. 4 ചൂസ് ചെയ്തവർക്ക് അവർക്ക് ഒരു വിഷമവും ഉണ്ട്. അതുപോലെ തന്നെ അവർ നിങ്ങളിലേക്ക് സോറി പറഞ്ഞുകൊണ്ട് വരുന്നതായിട്ടും കാണുന്നുണ്ട്. പക്ഷേ 2 ആണെങ്കിൽ ഒട്ടും തന്നെ ഒരു കോംപ്രമൈസിന് തയ്യാറല്ല. 3 ചൂസ് ചെയ്തവർക്ക് അവരുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ.